കുറച്ചും കൂടി ഫാസ്റ്റ് അബ്സോർപ്ഷൻ സപ്പോസിറ്ററിന് ഉണ്ട് കമ്പാരിറ്റീവ് ടു ഓറൽ അബ്സോർപ്ഷൻ. പനിൻ്റെ ഒക്കെ ഒരു സീസൺ ആണല്ലോ, സ്കൂൾ തുറന്നു. ഇപ്പം ഈ ചെറിയ കുട്ടികൾക്ക് പഴയ പോലെ അല്ല, സിറപ്പുകളൊന്നും ആരും വാങ്ങണില്ല. അതിന് പകരം ഇപ്പം സപ്പോസിറ്ററീസ് ആണ് ആളുകൾ ചോദിക്കുന്നത്. സപ്പോസിറ്ററീസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് പനി കൂടുതലായിട്ട് ക്ലിനിക്ക് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് സപ്പോസിറ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ സപ്പോസിറ്ററീസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവരൊരു തോന്നൽ സപ്പോസിറ്ററീസ് ആണ് കൂടുതൽ എഫക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇപ്പോൾ ഫ്ലൂ സീസൺ ആണ്, ശരിയാണ്, പനീൻ്റെ സീസണാണ്. ജൂലൈ ഓഗസ്റ്റ് സ്കൂൾ തുറക്കുമ്പോൾ വർഷക്കാലം വരുമ്പോൾ പനി പടർന്ന് പിടിക്കുന്ന വൈറൽ ഇൻഫെക്ഷൻ നല്ലോണം വരുന്നതാണ്. സപ്പോസിറ്ററി എല്ലാവർക്കും ഇങ്ങനെ തോന്നാൻ കാരണം ഗൾഫിൻ്റെ ഒരു എഫക്റ്റ്. ഗൾഫിലൊക്കെ പറഞ്ഞാൽ സപ്പോസിറ്ററിയാണ് കൂടുതലും കുട്ടികൾക്ക് കൊടുക്കൽ. അത് പാരസ്റ്റമോൾ ആയാലും ചില മരുന്നുകളൊക്കെ അവിടെ സപ്പോസിറ്ററി വേണം. ആ ഒരു എഫക്റ്റാണ് കൂടുതലും ഇവർക്ക് ഇവിടെ തോന്നി പോകുന്നത്. സപ്പോസിറ്ററികളാണ് പെട്ടെന്നായിട്ട് മാറുന്നത്. സപ്പോസിറ്ററി ഈസ് മോഡ് ഓഫ് ഡെലിവറി ഓഫ് ഡ്രഗാണ്. അതെ, പാരസ്റ്റമോൾ ഓറലുണ്ട്, IV ഉണ്ട്, IM ഉണ്ട്, പിന്നെ സപ്പോസിറ്ററി. പക്ഷേ അബ്സോർപ്ഷൻ അത് ഓറൽ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പറ്റില്ല ചില കുട്ടികൾക്ക്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവർക്ക് കൂടുതലും ഇത് കൊടുക്കാൻ സൗകര്യമാണല്ലോ. ചില കുട്ടികൾ മരുന്നുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കും ഇതൊക്കെ ഉണ്ടാവും. പനിയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പിന്നെ ഭക്ഷണമൊന്നും തീരെ കഴിക്കാതെ വയറ്റിക്ക് ചെല്ലില്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ കൂടുതൽ സപ്പോസിറ്ററി ഉണ്ടാകും. സപ്പോസിറ്ററി വയറ്റിക്ക് ചെല്ലുന്നില്ല, മലദ്വാരത്തേക്കല്ലേ ചെല്ലുന്നുള്ള ആഹാര ഉദ്ദേശത്തിലായിരിക്കും. പക്ഷെ ഫലം ചെയ്യൽ രണ്ടും ഒന്ന് തന്നെയാണ്. കുറച്ചും കൂടി ഫാസ്റ്റ് അബ്സോർപ്ഷൻ സപ്പോസിറ്ററിന് ഉണ്ട്. അത് ശരി തന്നെയാണ്. കമ്പാരിറ്റീവ് ടു ഓറൽ അബ്സോർപ്ഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട്, കുറച്ചുകൂടി ചില മരുന്നുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ IV ആണെങ്കിൽ അതിലേറെ ഫാസ്റ്റ് ആയിട്ട് ഇതുണ്ടാവും. അതെ, അപ്പോൾ അതൊരു മോഡ് ഓഫ് ആണ്. അപ്പോൾ അതിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ട്, പെട്ടെന്നതുകൊണ്ട് പനി മാറുന്നുള്ള അങ്ങനെയൊന്നുമില്ല. അത് ചിലർക്ക് അങ്ങനെ ഇവിടെ വരലുണ്ട്, ഇഞ്ചക്ഷൻ ഒന്ന് വെച്ച് തന്നാൽ മതി പെട്ടെന്ന് മാറും എന്നൊക്കെ ഉള്ള ഇതുണ്ട്. അതൊന്നുമില്ല. അതൊക്കെ അതിനൊരു ടൈപ്പ്. ഏത് മരുന്നായാലും മരുന്നിനൊരു സമയപരിധി നമ്മുടെ ബോഡിയിലെ ആക്ഷൻ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ടാവും. ഇത്ര മണിക്കൂർ വരെയാണ് ടൈം ഓഫ് ആക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിൻ്റെ എഫക്റ്റ് പോകും. ഇത് തെറ്റിദ്ധാരണയാണ്, ഇതുകൊണ്ട് പെട്ടെന്ന് മാറും എന്നുള്ളതല്ലേ. കൂടുതലും അത് സൗകര്യപ്രദമായതുകൊണ്ടായിരിക്കണം അവർ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് സപ്പോസിറ്ററി. അത് ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ ഈ സപ്പോസിറ്ററി കൂടുതൽ പോകും. മുമ്പൊന്നും സപ്പോസിറ്ററി എല്ലാവർക്കും പേടിയായിരിക്കും. ഞാൻ തന്നെ എഴുതി കൊടുക്കുമ്പോഴൊക്കെ ചിലർക്ക് അത് വേണോ സപ്പോസിറ്ററി പെട്ടെന്ന് മരുന്ന് കുടിക്കാതെ വിസമ്മതിക്കുന്ന കുട്ടികളുണ്ടാവും. വേണ്ടാകുമ്പോൾ എന്നാൽ സപ്പോസിറ്ററി 3 നേരങ്ങൾ വെച്ച് കൊടുത്തോളൂ, ഇങ്ങനെ സമയം വിട്ട് വെച്ച് കൊടുത്താൽ എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞങ്ങളതിന് മരുന്നെങ്കിലും കൊടുത്തോളൂ. അപ്പോൾ ചില അമ്മമാർ അങ്ങനെയുണ്ട്, സപ്പോസിറ്ററി വയ്ക്കാൻ വിസമ്മതി, ഇങ്ങനെ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള തോന്നുന്നത്. പക്ഷേ സപ്പോസിറ്ററി സേഫ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ആക്ഷൻ ഓറലി ആക്ഷനിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആണെന്നുള്ളതാണ്. സപ്പോസിറ്ററി എപ്പോഴും വയ്ക്കേണ്ടത് നല്ലതല്ല. പക്ഷേ എപ്പോഴും വെച്ചുമ്പോൾ അത് അവിടെ അതിന് ഫോറിൻ ബോഡി ആണല്ലോ മലദ്വാരത്തിനോടൊക്കെ. അപ്പം അതിനനുസരിച്ചുള്ള അവിടെ ഈ ഇൻഫെക്ഷൻ വരാനോ അല്ലെങ്കിൽ അവിടെ മുറികൾ വരാനോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തന്നെ വേണം. കുഴപ്പമൊന്നും ശ്രദ്ധിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കാൻ നല്ലതല്ല. ഓറലാണ് ഏറ്റവും നല്ലത്.